ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഈ പട്ടി 2 ദിവസമായിട്ട് നമ്മുടെ കാട്ടിൽ മാർക്കറ്റിൻ്റെ പരിസര പ്രദേശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഒന്നി തൊടൽ പൊട്ടിച്ച് വന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ആൾക്കാരുണ്ടല്ലോ വളർത്തിയിട്ട് വേണ്ടാതെ കൊണ്ട് ഉപേക്ഷിച്ചതായിരിക്കും. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനെ തൊടൽ പൊട്ടിച്ചൊക്കെ വരുന്ന പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ എല്ലാവർക്കും പേടിയായിരിക്കും. അതുകൊണ്ട് ആരും അതിന് ഫുഡ് കൊടുക്കത്തില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ തൊടൽ പൊട്ടിച്ച് വന്നതാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വരിക. ഇത് കാട്ടിൽ മാർക്കറ്റിൻ്റെ ആ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഇതിങ്ങനെ കറങ്ങി നടക്കുകയാണ്. കാരണം ഇന്നലെ 2 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഞാൻ ഇന്ന് തന്നെ ഇച്ചിരി ചോറ് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഇവിടെ ചോറ് ഇരിപ്പുണ്ടെന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചതും അത് അന്നേരം തന്നെ ഓടി വന്ന് അതൊന്ന് തിന്നെന്ന് കാണണമായിരുന്നു, ആ വെപ്രാളമൊക്കെ. പിന്നെ ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ബിസ്ക്കറ്റും ഒക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ ഇച്ചിരി ചോറുകൂടെ വെച്ച് കൊടുത്ത്, മൂന്നാമത് ഇട്ട് കൊടുത്ത് ചോറ് തിന്നില്ല. പിന്നെ ആ വെള്ളം കുടിക്കുന്ന വെപ്രാളം ഒന്ന് കാണണമായിരുന്നു. കാരണം നമുക്ക് തന്നെ ഒരു കഷ്ടം തോന്നും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പട്ടിയാണെങ്കിൽ ഇത് കട്ടിൽ മാർക്കറ്റിലുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് വന്ന് അതിനെ കൊണ്ടുപോവുക. കാരണം ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമുക്ക് വളർത്താൻ വയ്യെങ്കിൽ നിങ്ങൾ എടുത്ത് വളർത്താതിരിക്കുക. ഈ വലിയ വിലയ്ക്കൊക്കെ ലാബിനെയൊക്കെ 8,000 10,000 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വളർത്തിയിട്ട് അവർക്ക് വേണ്ടാതെ കഴിയുമ്പോൾ പിന്നെ വല്ലവർക്കൊക്കെ കൊടുക്കുന്ന ഒരു പ്രവണത മിക്കവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മൃഗങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതുങ്ങളെ വളർത്തുക. ഓക്കെ, താങ്ക് യു.